ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഭരണകാലത്തെ ദേവസ്വം ബോർഡിനും കുരുക്കിലാണ്. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ലംഘിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല. പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സംരക്ഷിക്കണമെന്നാണ് 2012 ഉത്തരവിൽ പറയുന്നത്. വാജിവാഹനം കൈമാറിയത് ആചാരപ്രകാരമെന്ന മുൻ ബോർഡ് അംഗം അജയ് തറയിൽ. കൈമാറ്റത്തിൽ ക്രമക്കേടില്ല, കേസിന്റെ ഗതി മാറ്റാനുള്ള ശ്രമമെന്നും അജയ് തറയിൽ പറഞ്ഞു. അജയ് തറയിൽ പറഞ്ഞത് എന്തെല്ലാമാണ് എന്നുള്ളത് സിജോ വർഗീസ് പറയും. സിജോ, ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്നു അജയ് തറയിൽ. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലഘട്ടത്തിലെ അംഗമായിരുന്നു അദ്ദേഹം, പ്രത്യേകിച്ച് UDFന്റെ ഭരണകാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ആരോപണ മുനയിൽ നിർത്തുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അജയ് തറയിലിന്റെ ഒരു പ്രതികരണം? ബോർഡും ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ വന്നിരിക്കുന്നത്. അതായത് വാജിവാഹനം തന്ത്രിക്ക് വിട്ടു നൽകിയത് ഉത്തരവ് ലംഘിച്ചാണ്. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല. അതായത് പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സംരക്ഷിക്കണമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ്. അതായത് 2012 അങ്ങനെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്ന ഒരു ആരോപണം. ഇക്കാര്യത്തിലാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇറക്കിയ ഉത്തരവിന് ഒരു അവ്യക്തതയുണ്ട് എന്നുള്ള ഒരു മറുവാദം ഇപ്പോൾ അജയ് തറയിൽ ഉയർത്തിയിരിക്കുന്നത്. അതായത് ശബരിമല കൊള്ളയുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് നിലവിൽ ശ്രമം. ഈ വാജിവാഹനം കൈമാറിയത് തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരമാണ്. പക്ഷേ എന്തോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചെന്ന തരത്തിലാണ് വാർത്തകളെല്ലാം പ്രചരിക്കുന്നത്. ഈ 2012 ഉത്തരവിൽ പ്രധാനമായും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ബിംബങ്ങളുടെ അവകാശി യഥാർത്ഥത്തിൽ തന്ത്രിയാണ്. വാജിവാഹനത്തിന്റെ മൂല്യമല്ലാതെ കോടതിയാണ് കണക്കാക്കേണ്ടത്. ഈ ഉണ്ടായത് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികത്വം മാത്രമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതുമായി സിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. കൊള്ള നടന്നതിനെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ നിരവധി പ്രമുഖ വ്യക്തികൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിമരത്തിന്റെ മുകളിൽ ഉള്ള ഒരു വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ വാഹനം എല്ലാവരുടെയും ധാരണ പുലിയാണെന്നാണ്. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. ആ കുതിര എന്ന വാഹനം ആചാരവിധി പ്രകാരം